നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. 8 വർഷത്തെ പ്രണയം, 15 ദിവസത്തെ ദാമ്പത്യം, എല്ലാം തകർത്തെറിഞ്ഞ് കാർ അപകടം. കോന്നി മുറിഞ്ഞകലിൽ വാഹനാപകടത്തിൽ മരിച്ച അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം നടന്നിട്ട് 15 ദിവസങ്ങൾ മാത്രം. കഴിഞ്ഞ നവംബർ 30-ന് പൂങ്കാവ് സെന്റ് മേരീസ് മലങ്കര പള്ളിയിൽ വെച്ചായിരുന്നു അനുവും നിഖിലീപ്പനും വിവാഹിതരാകുന്നത്. നിഖിലീപ്പൻ മത്തായി കാനഡയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അനു MSW പൂർത്തിയാക്കിയിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 ദിവസത്തിനു ശേഷം ഹണിമൂണിനായി മലേഷ്യയിലേക്ക് യാത്ര പോയ ശേഷം തിരിച്ചെത്തിയ നവദമ്പതികളെ ഇരുവരുടെയും രക്ഷിതാക്കൾ സ്വീകരിക്കാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി മടങ്ങുന്നതിനിടെയായിരുന്നു ദാരുണമായ അപകടം നടന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ സ്ഥിരം അപകട മേഖലയിൽ വീട്ടിൽ നിന്ന് വെറും 7 കിലോമീറ്റർ മാത്രം അകലെ വെച്ചാണ് ഈ അപകടമുണ്ടായത്. മുറിഞ്ഞകല് ജംഗ്ഷന് സമീപത്തുള്ള ഗുരുമന്ദിരത്തിന് തൊട്ടുമുന്നിൽ വെച്ചാണ് നാടിനെ നടുക്കിയ അപകടം ഉണ്ടായിരിക്കുന്നത്. അനുവിൻ്റെ പിതാവ് ബിജു ആയിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അപകടത്തിൽ കാലിന് 8 ഒടിവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞത്. ബിജു ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് പോലീസ് കരുതുന്നത്. ഉറക്കത്തിനോട് വാശി വേണ്ട എന്നാണ് പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത്. മരണപ്പെട്ട അനുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാനായി ഇരു കുടുംബങ്ങളും തയ്യാറായിരിക്കുമ്പോഴാണ് ചേതനയറ്റ ശരീരം വീട്ടിലേക്ക് എത്തുന്നത്. പുലർച്ചെ 4 മണിക്കെത്തുന്ന മക്കളെ സ്വീകരിക്കാനായി രാത്രിയിൽ ഉറക്കമില്ലാതെ വണ്ടിയോടിച്ച് നെടുമ്പാശ്ശേരിയിൽ എത്തി മടങ്ങുമ്പോഴായിരുന്നു അപകടം. 7 കിലോമീറ്റർ മാത്രം അവശേഷിക്കുന്നതിനാൽ ഉറങ്ങാതെ വീട്ടിലെത്താമെന്ന് കരുതിയതാണ് അപകടത്തിന് കാരണമായത് എന്ന് വിശ്വസിക്കുന്നു. മലശ്ശേരി ദമ്പതികളായ മത്തായി ഈപ്പൻ, അനു, നിഖിൽ, ബിജു പി ജോർജ് എന്നിവരാണ് മരിച്ചത്.